പിന്നെ ഈ ഒരു മോഡലിൻ്റെ ബാക്ക് സസ്പെൻഷന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ അത്യാവശ്യം നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ്. വണ്ടി പിടിക്കുമ്പോൾ നിൽക്കുന്നുണ്ടോ, ഫ്രണ്ട് പക്കയാണ് ബൈക്ക്, ഡിസ്ക് ഒന്നുകൊണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യുന്നത് പെരിന്തൽമണ്ണ നോബൽ TVS എന്ന് പറഞ്ഞ ഷോറൂമാണ്. അപ്പോൾ സെയിൽസ് സംബന്ധമായ ആവശ്യത്തിന് നിങ്ങൾക്ക് അവരെ വിളിക്കാം. ടെസ്റ്റ് ഡ്രൈവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ TVSൻ്റെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ മോഡലിൽ ZX എന്ന് പറഞ്ഞ മോഡലാണിത്. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ കുറച്ച് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കൂടാതെ തന്നെ BS6 TVS ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിൻ്റെ ഒരു ചെറിയ റൈഡിങ് റിവ്യൂ, അതുപോലെ തന്നെ ഓടിച്ചിട്ടുള്ള ഫീലും, അതുപോലെ ആരൊക്കെ ഈ ഒരു വണ്ടി എടുക്കണം, എത്രത്തോളം നമുക്കൊരു സ്കൂട്ടിൻ്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ഓക്കെ ആണോ, ആ വീഡിയോ ഒക്കെ മുമ്പ് നമ്മുടെ ചാനൽ തരാം. സബ്സ്ക്രൈബ് ചെയ്തില്ലാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാണ്ട് നടന്ന എല്ലാ വീഡിയോ എനിക്ക് പെട്ടെന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഫ്രണ്ട് നില ലുക്കിലാണെങ്കിൽ വണ്ടി പക്ക സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തില്ല കേട്ടോ. നിലവിൽ നമുക്ക് ചെക്കന്മാർക്ക് ഉപയോഗിക്കാം, സ്റ്റാൻഡേർഡായിട്ട് എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു മോഡൽ കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഈ ഒരു വണ്ടി ഞാൻ ഓടിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല. എനിക്ക് പറയാതെ വണ്ടി പക്ക സ്മൂത്ത് ആയിട്ടുണ്ട്. 4 മോഡലിലാണ് ഈ ടൈപ്പ് വരുന്നത്. ക്ലാസിക്, ബേസ് മോഡൽ, അങ്ങനെ ZX ആണ് അതിന് ഏറ്റവും ടോപ്പ് കിട്ടുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഏതൊക്കെ വേരിയൻ്റ് ഉണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം ഈ ഒരു മോഡലിന് 95,000 താഴെയാണ് ഈ ഒരു മോഡലിന് പ്രൈസ് വരുന്നത്. അതാണ് ഈ സാധനത്തിൻ്റെ ഏകദേശം എല്ലാ ഫിറ്റിങ്സും അവിടെ ഉൾക്കൊള്ളിച്ചിട്ടാണ്. ക്രാഷ് കാർഡും അതുപോലെ സൈഡ് ലേഡി ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രൈസാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പറയുന്നുണ്ടെങ്കിൽ ഒരു LED ഹെഡ്ലൈറ്റാണ് ഈ ഒരു മോഡലിന് വരുന്നത്. ഇതിൽ എല്ലാ മോഡലിനും LED ആണ്. ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ബാക്ക് സൈഡിലാണെങ്കിലും LED ടൈൽ ലൈറ്റ് വരുന്നത്, ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ വരുന്നത്. പിന്നെ ഈ സൈഡ് പറയണ്ടല്ലോ, ഫ്യൂൽ ഫില്ലിങ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് തന്നെ ഈ മോഡലിന് ഫ്യൂൽ ഫില്ലിങ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. ഈ ഒരു ക്രോം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഒരു അത്യാവശ്യം നല്ലൊരു സൈസ് ആയിട്ടുള്ള ഒരു ഡിസ്ക് തന്നെ വരുന്നത്. സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. കൂടാതെ തന്നെ ടയറാണെങ്കിലും TVSൻ്റെ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മോഡൽ നമുക്ക് വരുന്നത്. 90 mm വരുന്ന 12 ഇഞ്ച് അലോയ് വരുന്ന ഒരു ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതും സെയിം ടയർ സൈസ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. 90 12 ഇഞ്ചിൻ്റെ ഒരു അലോയാണ് ഈ ഒരു മോഡൽ. നമുക്ക് ടയറും അതുപോലെ തന്നെ അലോയൊക്കെ വരുന്നത്. ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് വരുന്നത് 130 mm ഒരു ഡ്രം ബ്രേക്ക് സിസ്റ്റമാണ് കേട്ടോ. ബാക്കിൽ ഡിസ്കോ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിന് വരുന്നില്ല. അതാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം ഡുവൽ ടൂൺ സീറ്റാണ് വരുന്നത്. അതെന്താ വെച്ചാൽ 2 കളേഴ്സ്, ഇവിടെ ചെറിയൊരു ബ്രൗൺ, ഈ സൈഡിൽ ചെറിയൊരു ക്രീം കളർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വണ്ടീൻ്റെ ആ ഒരു ടോട്ടലുള്ള ആ ഒരു ലുക്കാണെങ്കിലും ആ ഒരു ഇപ്പോൾ കണ്ടോ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ തന്നെ ആണെങ്കിലും ഒരു ഡുവൽ ടൂൺ. അത് കൂടാതെ തന്നെ ഇതിപ്പോൾ നമ്മൾ സാധാ സ്കൂട്ടി കാണുന്ന പോലെയല്ല, ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് നിങ്ങൾക്കറിയാം പഴയ സ്കൂട്ടിയിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിറച്ച് പോവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഒരു മോഡൽ ഇത് വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു മോഡൽ എടുത്തിട്ട് അല്ല യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ തന്നെ അധികം വൈകാതെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സീറ്റിൻ്റെ താഴെയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ താഴെയായിട്ടും ചെറിയ ലഗേജ് കയറ്റിയാൽ ഹുക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റൊക്കെ അത്യാവശ്യം സോഫ്റ്റിനാണ്, നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാം. കൂടാതെ തന്നെ ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ ഫ്രണ്ട് ഇഗ്നീഷൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ക്ലാസിക്കിൽ ഇത് സൈഡിലാണ് വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു വണ്ടി അത് ഇപ്പോൾ ഇവിടെ തന്നെയാണ് ഹോണ്, ഇവിടെ തന്നെയാണ് ഹോൺ വരുന്നത്. അപ്പോൾ ആ ഒരു ഹോണിൻ്റെ സൗണ്ട് പുറത്തേക്കും തള്ളും. കൂടാതെ തന്നെ വണ്ടി പോകുമ്പോൾ എയറൊക്കെ സിമ്പിളായിട്ട് പാസ് ചെയ്യാനുള്ള രീതിയിലൊക്കെയാണ്. ഈ ഒരു മോഡലിൻ്റെ ഫ്രണ്ട് ഒരു മെറ്റൽ ബോഡിയാണ് വരുന്നത്. എന്നാൽ ഫ്രണ്ടിലെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒരു നോർമൽ ഫൈബർ ബോഡി ആയിട്ടാണ് വരുന്നത്. ഈ ഒരു മോഡലിൻ്റെ ഫ്രണ്ട് ടെലസ്കോപ്പിക് ഫോർക്കാണ്. ഇപ്പോൾ നിലവിൽ BS6 ആയപ്പോൾ കുറേ മോഡലിൽ വന്നിട്ടുണ്ട് ടെലസ്കോപ്പിക് ഫോർക്ക്. ടെലസ്കോപ്പിക് ഫോർക്കിന് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഇപ്പോൾ പണ്ട് ഡിയോക്കൊക്കെ പണ്ട് ഒരു നോർമൽ, ഇപ്പോൾ ഡിയോക്കും ടെലസ്കോപ്പിക് ഫോർക്കായിട്ടുണ്ട്. പണ്ട് വന്നിരുന്നത് ഒരു നോർമലായിരുന്നു. അപ്പോൾ നമുക്കത് ഗട്ടറൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഫ്രണ്ട് ഒരു സസ്പെൻഷൻ ഇല്ല, ഒരു ആക്ഷൻ ഇല്ലാത്ത രീതിയിലൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു ഡിയോ പുതിയതെടുത്ത് ഉപയോഗിച്ചൊരു ആളാണ്, അതുകൊണ്ട് പറയാണ്. പക്ഷേ ഈ ഒരു മോഡലിൽ ഇപ്പോൾ ഇല്ല, അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് ഫ്രണ്ടാണെങ്കിലും ബാക്കാണെങ്കിലും വരുന്നത്. പിന്നെ ഈ ഒരു മോഡലിൻ്റെ ബാക്ക് സസ്പെൻഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ഗൈസ്. നിങ്ങളിത് കാണുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ. അത് നമുക്ക് കൈ കൊണ്ട് തന്നെ കണ്ടോ, സിമ്പിളായിട്ട് കൈ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിംഗിൾ ഷോക്ക് അബ്സോർബറാണ് ബാക്കിൽ വരുന്നത് കേട്ടോ ഈ ഒരു മോഡലിന്. മറ്റുള്ള സ്കൂട്ടിയിൽ നിന്നൊക്കെ കുറച്ചൊരു ഡിഫറൻറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ്. നിലവിൽ ബൈക്കിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണിത്. പ്രീലോഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സസ്പെൻഷൻ എന്നാൽ അത് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. പിന്നെ കൂടാതെ വണ്ടിയിൽ ലെഗ് സ്പേസ് കാര്യങ്ങൾ, സീറ്റിൻ്റെ ഡിക്കിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. കീ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഇതിൽ തന്നെയുണ്ടോ? ഈ കീ ഫംഗ്ഷനിൽ ഇതിൽ തന്നെയാണ് എല്ലാം ചെയ്യുക. ഇതിൻ്റെ ഹെൽമെറ്റ് ഡിക്കി ഓപ്പണിങ് കണ്ടോ, ഇപ്പോൾ ഡിക്കി ഓപ്പണായി. നമുക്ക് ഫ്യൂവലിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ തന്നെ ഓപ്പൺ ചെയ്യുക. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള കേട്ടോ. അത് ചെറിയൊരു ലൈറ്റ് കണ്ടോ, ചെറിയൊരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ചെറിയൊരു LED ലൈറ്റ് ഉണ്ട്. ഇത് വണ്ടിൻ്റെ ചേസ് നമ്പറാണ് കേട്ടോ ഇവിടെ.
അപ്പോൾ സംഭവം മൊത്തത്തിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട്. കൂടാതെ തന്നെ അത്യാവശ്യം നല്ലൊരു വലിയ ഹെൽമെറ്റിനെ എനിക്കിൽ വെക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് വണ്ടി കണ്ട ചെറിയൊരു വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ കിക്കർ സ്റ്റാർട്ടിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് TVS അവകാശപ്പെടുന്നത് എന്തായാലും. കൂടെ തന്നെ ബാക്കിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടില്ലേ, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സൈഡിലൊക്കെയാണ് ജൂപ്പിറ്റർ ZX എന്ന് എഴുതിയിട്ടുണ്ട്. ജൂപ്പിറ്റർ ZX എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഇതിൽ ഏറ്റവും ടോപ്പ് എൻ്റെ അതിൽ വേരിയൻ്റാണ്. പിന്നെ കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ, നമുക്ക് ഈ ഒരു ലുക്കിൽ നിന്ന് ഒരു ഡുവൽ ടൂൺ, കൂടാതെ ഈ ഒരു കളറ് നല്ല പ്രീമിയം തന്നെ തോന്നിക്കുന്നുണ്ട്. സ്കൂട്ടറിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലിന് എനിക്ക് തോന്നുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു സൈലൻസറിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ക്രോം ഫിനിഷിങ്ങിൽ ഓയിലിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ സൈഡിലാണ് നോക്കുക. കൂടാതെ തന്നെ ഇതാണ് നമുക്ക് വണ്ടീൻ്റെ ഇത് വരുന്നത്, ആ ഒരു കൂളിംഗ് ഫാനിനെ അതിൽ ഒന്ന് തണുപ്പിക്കാനുള്ള ഫാന് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ തന്നെ കൊടുത്തിട്ടില്ലേ. അപ്പോൾ സ്കൂട്ടറിൻ്റെ റിവ്യൂ ആണ്, അത്ര വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാകും. ഏകദേശം സ്കൂട്ടേഴ്സൊക്കെ ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിലൊരു ഫീച്ചർ, ഒരു അടിപൊളി ഫീച്ചർ വന്നിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ സെഗ്മെൻറ്റിലുള്ള 1-2 സ്കൂട്ടേഴ്സിലൊക്കെ വന്നതാണ്, എന്നാൽ ഈ ഒരു മോഡലിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. TVSൻ്റെ തന്നെ നമുക്ക് XL100 എന്ന് പറഞ്ഞ മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇത് ZX-ലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ക്ലാസിക് അതുപോലുള്ള ബേസ് മോഡലിനൊക്കെ ജസ്റ്റ് ഈ ഒരു അനലോഗ് മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മീറ്ററിൽ നമുക്ക് ടൈം കാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രിപ്പ് 1, ട്രിപ്പ് A, ട്രിപ്പ് B അതുപോലുള്ള ഫീച്ചേഴ്സ്. കൂടെ തന്നെ എക്കോ ഫീച്ചറാണ്. അതിൽ എക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, ടൈം, ഫ്യൂൽ ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടില്ല. ഇത് പിന്നെ അതിൻ്റെ ഒരു സ്പീഡിൻ്റെ ലെവൽ കാണിക്കുന്നതും, അതുപോലെ തന്നെ എക്കോ പവർ. വണ്ടി എടുത്തിട്ട് നിങ്ങൾ ചിലപ്പോൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മളൊരു നോർമൽ സ്പീഡിൽ ഓവർ റവ്യൂ അതങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു എക്കോയിലെ കിടക്കും. അപ്പോൾ നമുക്ക് വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടും. എന്നാൽ ഈ പവറിലാവുമ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ടി ഹൈ സ്പീഡിലാണ് പോകും. അപ്പോൾ മൈലേജ് ഷോർട്ടാവും, നമുക്ക് പവറായിട്ട് റൈഡ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. അതൊരു ഒരു മോഡായിട്ട് കാര്യങ്ങളൊന്നുമല്ല വരുന്നത്, ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ഓടിക്കാം. പിന്നെ ഈ ഒരു വണ്ടി സ്വിച്ചസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട്, ഇപ്പോൾ നിലവിൽ നമ്മൾ R15 V3 വരുന്ന പോലെ തന്നെ പാസ് ഇതാ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൽ പാസ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ മോഡൽ ഉണ്ടായിട്ടുണ്ടായില്ല സ്കൂട്ടേഴ്സിൽ. ഇപ്പോൾ എല്ലാ വണ്ടിക്കും വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഇതിൽ ഒരു പാസിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇൻഡിക്കേറ്റേഴ്സ്, സെൽഫ് സ്വിച്ചിനെ കുറിച്ച് ഞാൻ പറയാം, അതാണ് ഞാൻ പുതിയൊരു ഇത് വന്നെന്ന് പറയാം കേട്ടോ. ഹോണൊരു സിംഗിൾ ഹോണാണ്, വലിയൊരു അത്യാവശ്യം ഒരു വലിയ ഹെവി പവറോ കാര്യമൊന്നുമില്ല, ഒരു നോർമൽ ഹോണെന്നതിന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതാ ഇതിൻ്റെ മീറ്റർ തന്നെ ഫ്യൂൽ ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ കുറവാണെൻ്റെ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കാൻ, ഹെഡ്ലൈറ്റിൻ്റെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ. പിന്നെ ഒരു A എന്നിട്ട് റൗണ്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ യമഹയിലെ വണ്ടിയിലോ സ്കൂട്ടേഴ്സിലൊക്കെ കണ്ട പോലെ തന്നെ വണ്ടി ഐഡ്ലിങ്ങിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആണെങ്കിൽ ആക്സിലേറ്റ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവും ചെയ്യും. ഈ ഒരു ഫീച്ചർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇത് ഒരു മാൾ ഫംഗ്ഷൻ ഇൻഡിക്കേഷനാണ്. പിന്നെ ഇവിടെ ചെറിയൊരു വാണിംഗ് ലൈറ്റ് ഉണ്ട്, സർവീസിൻ്റെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഇതാണ്, ഈ ഒരു സ്റ്റാർട്ടിങ് സിമ്പിൾ സ്റ്റാർട്ടിംഗ് ആണ്. അതിൽ ജസ്റ്റ് ഒറ്റ ക്ലിക്ക് മാത്രം മതി. ഫെദർ ടച്ച് സ്റ്റാർട്ടിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. കണ്ടോ സിമ്പിളാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, നമുക്ക് ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ ഇപ്പോൾ നിലവിൽ പറയാനുണ്ടെങ്കിൽ നമ്മളെ യമഹൻ്റെ റേസെറ്റിലൊക്കെ വന്ന ആ ഫീച്ചർ തന്നെ ഇതിൽ വന്നിട്ടില്ല. ഓടിക്കുമ്പോഴാണെങ്കിലും വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് വണ്ടി തോന്നുന്നത്. സിമ്പിളാണ് ഉപയോഗിക്കാൻ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ എൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ ഏകദേശം 5.6 5.5 ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു പ്രശ്നവും എനിക്ക് അതിൻ്റെ ഭാഗത്തൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ വണ്ടിയിൽ ഈ ഒരു കീയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിഗ് സൈസിലുള്ള ഒരു കീയാണ് കേട്ടോ. കണ്ട ഏതോ ഒരു സ്കൂട്ടറിൻ്റെ കീ എന്നല്ല എന്നുള്ള രീതിയിലുള്ള കീയാണ്. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉണ്ടോ നോക്കട്ടെ, ഇല്ല. അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മളെ എൻഡോർക്കിൻ്റെ പോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എക്കോ നമ്മളിങ്ങനെ നിർത്തിയിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് ഓൺ ആവുന്നൊരു സിസ്റ്റം ഇതിലില്ല. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം എനിക്കില്ല. നമ്മൾ ഈ ഒരു എക്കോ ഇതൊക്കെ നോക്കി ഓടിക്കുമ്പോഴാണ് പറ്റുന്നത്, നിങ്ങൾ കണ്ടോളൂ. പിന്നെ ഈ ഒരു വണ്ടി കണ്ടോ വലിച്ചെടുക്കുമ്പോൾ പവർ കത്തും, കണ്ടോ പവർ കത്തുന്നുണ്ടോ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സൗണ്ട് കാരണം ജസ്റ്റ് ഒന്ന് കേട്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ചാൽ ഓക്കെ. നല്ല സ്മൂത്താട്ടോ വണ്ടി, നല്ല സ്മൂത്തായിട്ട് പോകും. അപ്പോൾ നിലവിൽ ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും അത്യാവശ്യം ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ചെക്കന്മാർക്കാണെങ്കിലും ഈ മോഡൽ ഇഷ്ടപ്പെടും. കാരണം അതിന് ഓവറായിട്ടുള്ള ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല, ഒരു സ്റ്റാൻഡേർഡ് പക്കാ ലുക്കിലാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, പേഴ്സണലായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു മോഡലായിട്ടത്. LED പ്രകാശം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നൈറ്റ് ഓടിച്ചാൽ കറക്റ്റ് ആയിരിക്കുള്ളൂ. ഓ അത്യാവശ്യം നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ് കേട്ടോ. വണ്ടി പിടിക്കുമ്പോൾ നിൽക്കുന്നുണ്ടോ, ഫ്രണ്ട് പക്കയാണ് ബ്രേക്ക്, ഡിസ്ക് വന്നതുകൊണ്ട് ഫ്രണ്ട് അടിപൊളിയാണ്.
പവർ ഇപ്പോൾ നിലവിൽ 110 cc തന്നെയാണ്. അതുകൊണ്ട് തന്നെ പവറിൽ BS4-ഉമായിട്ട് എനിക്ക് വലിയൊരു മാറ്റം തോന്നുന്നില്ല. പക്ഷേ വണ്ടി കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം വണ്ടി EFI ആണ് ഇപ്പോൾ BS6-ലേക്കായപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിപ്പിച്ച് നോക്കാം കേട്ടോ എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് അങ്ങനെ ഒരു സ്കൂട്ടിൻ്റെ പവർ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ എൻഡോർക്കിൻ്റെ അത്രത്തോളം പവർ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു മോഡൽ BS6-ലേക്കായപ്പോൾ അത്യാവശ്യം നിലവിലത്തെ മൈലേജിൻ്റെക്കായും 15% മൈലേജ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനിത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ചോദിച്ചപ്പോൾ ഏകദേശം 50 കിലോമീറ്ററിൻ്റെ മേലെ ഈ ഒരു മോഡൽ മൈലേജ് കിട്ടുന്നുണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഒരു 55 കിലോമീറ്റർ മൈലേജ് എന്തായാലും ഈ ഒരു മോഡലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഒരു എക്കോ മോഡലൊക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതല്ല, നമുക്കൊരു അത്യാവശ്യം നല്ലൊരു പവർഫുള്ളായിട്ട് ഓടിക്കുന്ന അത്യാവശ്യം ഫുള്ള് ഹൈ സ്പീഡിലൊക്കെ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം കിട്ടുന്നില്ല. ചിലപ്പോൾ 50-ൻ്റെ താഴെ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മോഡലിൻ്റെ ലെഗ് സ്പേസ് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും, അപ്പോൾ എൻ്റെ കാലുണ്ടോ അത്യാവശ്യം ആ ഒരു ഏരിയയൊക്കെ തട്ടിയിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാം. ഹാൻഡിലിൻ്റെ സൈഡിലേക്ക് കാലിട്ടുന്ന ആ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. കൂടാതെ തന്നെ ഫ്രണ്ടിൽ ചെറുതായിട്ട് കുറച്ച് സാധനങ്ങൾ ക്യാരി ആവുന്ന ചെറിയൊരു സ്പേസും, കൂടാതെ തന്നെ നമുക്കൊരു മൊബൈലിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്. നമുക്ക് നല്ലൊരു സീറ്റ് തന്നെ ഉണ്ട്, നല്ല കംഫർട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് ഈ ഒരു മോഡലിൽ കിട്ടുന്നത്. നല്ല കംഫർട്ട് ഉണ്ട്, നല്ല സുഖമുണ്ട് കേട്ടോ അതിൽ യാത്ര ചെയ്യാൻ. സിമ്പിളായിട്ട് ഇങ്ങനെ ഓടിച്ച് പോവാം. ഓക്കെ, നല്ല സ്മൂത്താണ്. വണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് വൈബ്രേഷൻ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു വൈബ്രേഷൻ തന്നെയല്ല. ഈ വണ്ടിയുടെ ഫോർക്ക് കുറച്ച് ലൂസ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഹാൻഡിൽ ഇങ്ങനെ പടക്കുന്നുണ്ട്. പിന്നെ ക്ലാസിക് എന്ന് പറഞ്ഞ മോഡൽ ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ട് നിലവിൽ BS6 തന്നെ. അപ്പോഴാണ് എനിക്കൊരു വൈബ്രേഷൻ തോന്നില്ല. ഇത് ഈ ഒരു ഹാൻഡിൽ ലൂസ് ആയതുകൊണ്ടാണ് തോന്നുന്നു ചെറിയൊരു വൈബ്രേഷൻ ഹാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു വണ്ടി കംപ്ലൈൻറ്റ് അല്ല, അത് ഷുവറാണ്. കാരണം ഞാൻ ഓടിച്ചിട്ടുണ്ട്. അവൻ എന്നോട് പറഞ്ഞു വണ്ടി പിന്നെ പുതിയ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ വണ്ടിയുടെ എന്തോ ഒരു ഹാൻഡിൽ ഫോർക്ക് കുറച്ച് ലൂസാണ്. ഇപ്പോൾ സൺഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് മെക്കാനിക്കിനെ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പിടിയിൽ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് പ്രശ്നമാകും. എന്തായാലും വണ്ടി നല്ല സ്മൂത്താണ്. ഇപ്പോൾ ചില സ്കൂട്ടേഴ്സിലൊക്കെ തന്നെ റഫ് ചെയ്ത് പോകുമ്പോൾ ആ കാലിലൊക്കെ വൈബ്രേഷൻ എടുക്കും. എന്നാൽ ഈ ഒരു മോഡൽ നമുക്ക് കാലിൽ ഒന്നിലും തന്നെ ഒരു വൈബ്രേഷൻ തന്നെ വരുന്നില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യമാണ്. നിലവിൽ സ്കൂട്ടി സെഗ്മെൻറ്റിൽ കുറവ്, അല്ലെങ്കിൽ സ്കൂട്ടി സെഗ്മെൻറ്റിൽ കുറച്ച് വണ്ടിയിൽ മാത്രം വരുന്ന ഫെദർ ടച്ച് സ്റ്റാർട്ടിംഗ് സിസ്റ്റം അതുണ്ട് ഇതിൽ. അതുകൂടാതെ ഇതിൽ ഒരു സ്കൂട്ടേഴ്സിലും ഇതുവരെ അവൈലബിൾ അല്ലാത്ത ഒരു അടിപൊളി ഫീച്ചേഴ്സാണ് ഈ ഒരു വണ്ടിൻ്റെ ബാക്ക് സസ്പെൻഷൻ വരുന്നത് കേട്ടോ. ബാക്ക് സസ്പെൻഷൻ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് മാനുവലായിട്ട് തന്നെ ചെയ്യാം, അല്ലാതെ ഒരു മെക്കാനിക്കിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൻ്റെ സസ്പെൻഷൻ്റെ പ്രഷർ കൂട്ടാനും കുറക്കാനുള്ള ഒരു സിസ്റ്റമാണത്. എന്തായാലും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്കത് തോന്നി. അത്യാവശ്യം നല്ലൊരു ഗട്ടറിലൂടെയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ് സസ്പെൻഷനാണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യത്തിന് പ്രഷർ കുറക്കാനുള്ള ഒരു സിസ്റ്റം TVS കൊണ്ടുവന്നത് എന്തായാലും നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ വീഡിയോ, അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മളൊരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്നിട്ട് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് വണ്ടി എന്നുള്ളത് നോബൽ TVS പറഞ്ഞ ഷോറൂമാണ്. സൺഡേ ഒരു ലീവാണ്, ഡെലിവറിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡെലിവറിൻ്റെ ടൈമിലാണ് അവരെന്ത് ചെയ്തത്, നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ സൺഡേ ലീവാണല്ലോ, അപ്പോൾ വണ്ടി വേണമെങ്കിൽ വന്ന് റിവ്യൂ അടിച്ചോളൂ എന്ന് പറഞ്ഞ് വിളിച്ചത്. എന്തായാലും നമ്മളിവിടുത്തെ നിഷാദ് എന്ന് പറഞ്ഞ നമ്മളെ ബ്രോയാണ്, നമ്മളെ ഫ്രണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സർവീസ് സംബന്ധമായ ആവശ്യത്തിനും അതുപോലെ തന്നെ സെയിൽസ് സംബന്ധമായ ആവശ്യത്തിനും ഇവിടെ വിളിക്കാം. അവിടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ.